എയർപോർട്ടിൽ നിന്ന് പുറത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് ഞാനിത് എന്താ ഇത് എന്താ ഇവര് കുറെ പിള്ളേർ നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരും കൂടിയും ഗഫൂർ കി ജയ് എന്നുള്ള കൂടി അവിടെ വന്നത് വല്ലാത്തൊരു ഇതായി. കാരണം ഞാൻ ആകെ അന്തം വിട്ടുപോയി. ഗഫൂർ ക ദോസ്ത് അത് പണ്ട് മോഹൻലാലിന്റെ ഫിലിമില് കൊണ്ട് എനിക്ക് ഈ കമ്പനിക്ക് എന്തെങ്കിലും ഉപകാരമാണ്, എനിക്ക് എന്തെങ്കിലും പൈസ തരണം നല്ല എന്നാൽ ആ കമ്പനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഹറാമിൻ്റെ പൈസ ഒരിക്കലും കഴിക്കാൻ പാടില്ല. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പങ്കുവെക്കാൻ പോകുന്നത് 51 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് ഷിഫ്റ്റായ നമ്മളെ ഗഫൂർ ക ദോസ്ത് ഗഫൂർ തയ്യലിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഗഫൂർ ക ഒരു നാടിന്റെ പിതാവ് വരുന്ന പ്രമാണിച്ച് പൂരപ്പരിപാടികൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. എത്തിച്ചേരാൻ പോവുകയാണ്. എവിടെയാണ് ലോകചരിത്രം കാണാത്ത വർഷത്തെ പ്രവാസ ജീവിതം. അതില് ഒരുപാട് കഥകളുണ്ടാവും അല്ലെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? അത് തുടങ്ങിച്ചാൽ ഒരിക്കലും പോലീസോ 2 ദിവസമോ പറഞ്ഞാൽ തീരൂല. അപ്പൊ അത് കാര്യം ചുരുക്കി പറയാനല്ലേ ഇപ്പൊ നമുക്ക് പറ്റുള്ളൂ. ഞാൻ പോയതെന്ന് പറഞ്ഞാൽ 1974 ഞാൻ ഇവിടുന്ന് ദുബായിക്ക് പോയത്. ഞാൻ ഇവിടുന്ന് മൈനർ പാസ്പോർട്ടാണ്. മൈനർ പാസ്പോർട്ട് എടുത്തു. അന്ന് ഒരു സിസ്റ്റം ഉണ്ട്, മൈനർ പാസ്പോർട്ട് എടുത്ത് പോകണ്ടേ. ഇപ്പൊ കപ്പൽ ഫ്ലൈറ്റിന് പോയത് ഇവിടുന്ന് അന്ന് ഇതേമാതിരി തന്നെ വാനാണ്. ഒരു നിറയെ വാൻ ആൾക്കാരും 2 ജീപ്പും കുറേ 150 ആൾക്കാരാണ് പിള്ളേർ ആൾക്കാരെ കൂടെ പോയിട്ട് യാത്ര അയച്ചിരിക്കുന്നത്. അന്നത്തെ കാലം അധികം ഗൾഫരൊന്നും ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇവിടുന്ന് നമ്മൾ ബോംബെക്ക്. പിന്നെ ബോംബെയിൽ നിന്നാണ് പിന്നെ അങ്ങോട്ട് ദുബായിക്ക് പോയത്. പിന്നെ ഉപ്പ അവിടെ ഉണ്ടായിരുന്നല്ലേ, ഉപ്പാൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്. എന്നോട് വലിയ ബേജാറൊന്നും ഇല്ലല്ലോ. കാരണം സ്കൂളിൽ 7ാം ക്ലാസ്സിലല്ലേ പോയിട്ടുള്ളൂ. 8ാം ക്ലാസ്സിന് 3 മാസം പോയി, പിന്നെ നേരെ ദുബായിക്ക് പോയി. അതേ ഉണ്ടായത്. അതിനുശേഷം പിന്നെ അവിടുന്ന് ജോലി അല്ല, ഞാൻ ജോലിയിൽ നിന്നാണ് കുറേ വർഷം കഴിഞ്ഞിട്ട് 18 വയസ്സ് കഴിയണല്ലോ ജോലി കഴിയണമെങ്കിൽ. ഞാൻ കടയിൽ തന്നെ ആയിരുന്നു, ഉപ്പാൻ്റെ അവിടെ കടയിൽ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ജോലിക്ക് വേണ്ടി ഞാൻ അബുദാബിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്തു. നമ്മളെ വീടിൻ്റെ അറബി ഉണ്ട്, അറബി എനിക്ക് ഹെൽപ്പ് ചെയ്തു. അവൻ എനിക്ക് അവിടെ അബുദാബിയിൽ ഡിഫൻസിൽ UAE ഡിഫൻസിൽ ജോലി മേടിച്ചു തന്നു. അവിടെ ഞാൻ 18 വർഷം ജോലി ചെയ്തു. അപ്പോൾ ഒരുപാട് പല രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായിട്ടുള്ള അത് ബന്ധപ്പെടാൻ അന്നൊക്കെ തന്നെ UAE ആൾക്കാരായിട്ടല്ലേ ബന്ധപ്പെട്ടുള്ളൂ. ഡിഫൻസിലായിരുന്ന സമയത്ത് അവിടുന്ന് ഞാൻ 18 വർഷം ജോലി ചെയ്തു. ഞാൻ റിസൈൻ ചെയ്തു, ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. റെസിഗ്നേഷൻ ഒന്നും കിട്ടിയത് ഒന്നുമില്ല. ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് എനിക്ക് റെസിഗ്നേഷൻ കിട്ടിയത്. കാരണം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്നെ. ആ സമയത്തും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ വന്നു. ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്, ഈ ബാക്ക് പെയിൻ്റെ കാലിലൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ പോകുന്നതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി. ഞാനവിടെ ഇപ്പോൾ ദുബായ് എനിക്കവിടെ ബിസിനസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ദുബായ് അങ്ങോട്ട് പോകുന്ന പ്രവാസം വാറ സമയത്താണ്, ഇത് കുവൈത്ത് ഇറാഖ് യുദ്ധ സമയത്താണ് ഉപ്പ അങ്ങോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഉപ്പാനോട് ഞാൻ പറഞ്ഞത്, ഉപ്പ നിങ്ങൾ പോയിക്കോളൂ, ഇനിയിപ്പോൾ ഒരിക്കലും ഇവിടെ നിൽക്കണ്ട, കഷ്ടപ്പെടണ്ട, ഞാൻ നോക്കിക്കോളാം, ഞാൻ മക്കളുണ്ടല്ലോ, 3 മക്കളുണ്ടല്ലോ, ഞങ്ങൾ നോക്കിക്കോളാം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ ഉപ്പാനെ ഞാൻ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ തന്നെ പിന്നെ ഞാൻ ദുബായിൽ അവിടെ ഡിഫൻസിൽ ജോലി ചെയ്തു. അവിടുന്ന് റിസൈൻ ചെയ്ത് ഞാൻ പോയി നാട്ടിൽ ദുബായിക്ക് പോയി. ദുബായിൽ വന്നതിന് ശേഷം ഞാൻ അവിടെ പെട്ടെന്ന് വിസാക്കണം. കടയിൽ വിസാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് പുറത്തിങ്ങനെ നടക്കണം, അതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ പെട്ടെന്ന് വിസാക്കാനുള്ളത് അവിടെ ടാക്സിയാണ്. ഈ ടാക്സിയിൽ ഞാൻ വിസാക്കി. അങ്ങനെ ടാക്സി ഓടുമായിരുന്നു. ഫ്രീ വിസ. കാരണം അല്ല, ദുബായ് ടാക്സിയിൽ, ദുബായ് ട്രാൻസ്പോർട്ട് ഗവൺമെൻറ് ഉള്ളത് അവിടുത്തെ. ആ ടാക്സി ഓടിക്കാൻ 10 മാസമായിട്ട് എന്തോ ഓടിച്ചത്. അപ്പോൾ എനിക്ക് ഒരു അറബി വണ്ടിയിൽ കയറി. അറബിനോട് ചെന്ന് എനിക്ക്
ജോലി വേണമെന്ന് വെച്ചാൽ അന്ന് അവിടെ ഒരു ജുമേര ബീച്ച് ഹോട്ടൽ എന്നുള്ള ഹോട്ടലുണ്ട് അവിടെ ഏറ്റവും വലിയ വലിയ ഹോട്ടലാണ് ജുമേര ബീച്ച് ഹോട്ടൽ. ജുമേരയിൽ ആകെ ഒരൊറ്റ ഹോട്ടൽ അന്ന് അവിടെ ആ ഭാഗത്ത് ഇവിടെ ആകെ ഒരൊറ്റ ജുമേര ബീച്ച് ഹോട്ടൽ ഉള്ളൂ. അങ്ങനെ എന്നോട് ചോദിച്ചത് എനിക്ക് ഇവിടെ ജോലി, ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷോ, ഞാൻ വിദ്യാഭ്യാസമൊന്നുമില്ല, എനിക്ക് ഇംഗ്ലീഷിൻ്റെ വെള്ളത്തിന് എന്താ അതുപോലെ എന്താ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. 7ാം ക്ലാസ് സെറ്റ് അതെന്നെ അല്ലല്ല എന്ന് പറഞ്ഞിട്ട് പോയ സ്കൂളാണ് ഒക്കെ ഞാനൊക്കെ ഉള്ള വികൃതി മുഴുവൻ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ സ്കൂളിൽ. അങ്ങനെ പുള്ളിക്കാരൻ എനിക്ക് അപ്പോൾ നിനക്ക് ജോലിയൊക്കെ റിസ്ക് ഭക്ഷണം നിനക്ക് റബ്ബാണ് തരാൻ പടച്ചാനാണ് തരാനുള്ളത്. ആയിക്കോട്ടെ എന്നാൽ ഒരു CV ഉണ്ടാക്കിയിട്ട് താന്നാണ്. അങ്ങനെ ഒരു ബയോഡേറ്റ ഉണ്ടാക്കി ഞാൻ അവന് ഫാക്സ് ചെയ്ത് കൊടുത്തു. അവൻ ബഹ്റൈനിൽ പോയിരുന്നു. അപ്പം അവനെ എയർപോർട്ട് വിട്ടതിന് ശേഷം ഞാൻ ഫാക്സ് ചെയ്തു. ഞാൻ പിന്നെ 25 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ചു. എന്തായി എന്ന് ചോദിച്ചു. നീ എവിടെ ഉള്ളത്? ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഉണ്ട്, വിമാനമുണ്ട്. അപ്പം എന്നാൽ 3 മണിക്ക് നീ ഇങ്ങോട്ട് ഓഫീസിലോട്ട് വാങ്ങാം. അങ്ങനെ ഞാൻ അവിടെ ഓഫീസിൽ ചെന്നു, ജുമേര ബീച്ച് ഹോട്ടലിൽ ചെന്നു. എന്നെ HR കൊണ്ട് HR അതൊന്നും എനിക്കറിയില്ല, ഇത് എന്താണ് HR എന്നൊക്കെ എനിക്കറിയില്ല, നമ്മളുള്ള കാര്യം പറയണപ്പോൾ ഇല്ല. അത് HR കൊണ്ടുപോയി അവിടെ ഇൻ്റർവ്യൂ ചെയ്തു. 1 മണിക്കൂർ 20 മിനിറ്റാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ അവിടുന്ന് ജോലിയൊക്കെ അവിടെ എനിക്ക് PR ആയിട്ടാണ് വർക്ക് കിട്ടിയത്. പിന്നെ ഞാൻ എല്ലായിടത്തെ വിസൊക്കെ ആക്കി എല്ലാം അവിടെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഒരു 2-3 വർഷം. അപ്പോഴാണ് ഹോട്ടൽ ബുർജിൽ അറബ് ഹോട്ടൽ ഓപ്പൺ ചെയ്തത്. 7 സ്റ്റാർ ഏറ്റവും ഫേമസ് ആയ ഹോട്ടലാണ്. 7 സ്റ്റാർ ഹോട്ടലാണ്. ലോകത്തിലെ ആകെ ഒരൊറ്റ ഹോട്ടലുള്ളൂ 7 സ്റ്റാർ ബുർജിൽ അറബ്. എമിറേറ്റ്സ് ടവർ, വേൾഡ് വാദി വാട്ടർ പാർക്ക്, വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് വാട്ടർ പാർക്ക് വേൾഡ് വാദി. ആ ദുബായിൻ്റെ തൂണ്. കാരണം ദുബായിൽ മെയിനായിട്ട് UAE ആര് വരികയാണെങ്കിലും മെയിൻ കാണാനുള്ളത് ഞങ്ങളെ ജുമേരയാണ്. ജുമേര ഹോട്ടൽ, ജുമേര മദീന, ജുമേര ബോട്ടിൽ അവിടെ ബോട്ടും കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒത്തിരി പ്രോപ്പർട്ടികൾ ജുമേരൻ്റെ ഒരുപാട് പ്രോപ്പർട്ടികൾ വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഗ്രൂപ്പ് HR ഞാൻ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ PR ആയിട്ട്. പിന്നെ അവിടുന്ന് എനിക്ക് പ്രൊമോഷനായി, സൂപ്പർവൈസറായി, മാനേജറായി. അങ്ങനെ പോയി. അങ്ങനെ കുറേ അവാർഡുകളൊക്കെ കിട്ടി. ബെസ്റ്റ് PR അവാർഡ് ഞാൻ വാങ്ങി. അങ്ങനെ അവിടുന്ന് പിന്നെ അവിടുത്തെ ഗവൺമെൻറ്റിന് കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബെസ്റ്റ് എംപ്ലോയീൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് മാനേജർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്റ്റാഫുകളെ കമൻസുകൾ തന്നെയാണ് കൂടുതലുള്ളത്. എല്ലാവർക്കും തന്നെ പിന്നെ ആരും അതിപ്പോ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും കുറേ ഇതില് അതെ. ഇപ്പൊ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും കുറേ എന്നെ പറ്റി. എന്റെ സ്റ്റാഫുകൾ എഴുതിയ വാക്കുകളാണ് ഇപ്പൊ ഇത് മുഴുവൻ. അതെ. അപ്പൊ എന്നെ പറ്റി ആരും ഒരു ബാഡ് കമന്റ്. കാരണം ഇപ്പൊ 18,000 സ്റ്റാഫ് ഉണ്ട്, 189 രാജ്യക്കാരുണ്ട്. ഇവരെ ആർക്കും ഞാൻ എല്ലാവർക്കും നല്ലതേ ചെയ്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ അവിടെ എൻ്റെ അടുത്ത് HR വരുന്ന സമയത്ത് നോ എന്നുള്ളൊരു വാക്ക് എനിക്ക് പറയാൻ അറിയില്ല. 51 വർഷത്തിനിടയിൽ ആരോഗ്യം ശ്രദ്ധിച്ചിരുന്നത് കാര്യങ്ങൾ അത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വില്ലനാകുന്നത് ഇല്ല, അസുഖങ്ങൾ പലതും ഉണ്ട്. ഞാൻ എൻ്റെ അസുഖം അത് വേറെ വഴിക്ക് പോകും. കാരണം എനിക്ക് അത് പഠിച്ചാൽ എനിക്ക് നല്ല ഇൻഷുർ തന്നിട്ടുണ്ട്, നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അതങ്ങനെ പോയിക്കോളും. കാരണം അതിപ്പോൾ കൊറോണ സമയത്താണ് എനിക്ക് അറ്റാക്ക് വന്നത്, ബ്ലോക്ക് വന്നു, പിന്നെ ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്. ഇല്ലാത്ത അസുഖം ഏതൊക്കെ അസുഖങ്ങൾ, അത് എല്ലാ അസുഖങ്ങളും എനിക്കുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു 65 വയസ്സായി ഇതൊരു ഒരു മേക്കപ്പാണ്. കാരണം എനിക്ക് ഇവരൊക്കെ ഇടയിൽ പിടിച്ചിരിക്കണം അതിന് വേണ്ടി. കാരണം അല്ലെങ്കിൽ ഉണ്ടല്ല ഈ തന്ത്രം കൂടെ ഞങ്ങൾ നടക്കണമെന്ന് ഇവർ പറയും. അത് പറയിപ്പിക്കാൻ കാരണം ഈ അത്രേ ഉള്ളൂ എനിക്കെൻ്റെ. കാരണം എനിക്കെൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ഏറ്റവും വലുത്. കാരണം ഞാൻ സുഹൃത്തുക്കൾ എപ്പോഴും വലിയ അത് ഭയങ്കര ഇതായിട്ട് എപ്പോഴും കൊണ്ടു നടക്കുന്ന ആളാണ്. നമ്മൾ എന്ത് കൊടുക്കുന്നു അതിൻ്റെ അതെ റിഫ്ലക്ഷനാണ് നമുക്ക് കിട്ടും. അതെ അതെ തീർച്ചയായിട്ടും. നാടിനും സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ അത് പറഞ്ഞാൽ അതിന്റെ നാട്ടുകാരാണ് പറയാനുള്ളത്. അത് ഞാൻ അതിനെ പറ്റി അത് ഞാൻ പറയാന്ന് വെച്ചാൽ അത് അഹങ്കാരം കൊണ്ട് ഇതുകൊണ്ട് പറയണമെന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ വലിയ വാചകം അടിക്കാന്ന് പറയാം. അത് ഞാൻ പറയില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞില്ല. അതിപ്പോൾ എൻ്റെ നാട്ടുകാരും എൻ്റെ അയൽവാസികളും എൻ്റെ ആൾക്കാരുമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിപ്പോൾ ഇവർ തന്നെയാണ് എന്നെ പറ്റി പറയാനുള്ളത്. ഞാൻ ഒരിക്കലും എന്നെ പറ്റി കണ്ടില്ല. ഓരോ എൻ്റെ സ്റ്റാഫുകൾ പറയുന്നുണ്ട്. കാരണം എനിക്ക് ഇപ്പം എൻ്റെ നിങ്ങൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കി ഗഫൂർ ജുമേര എന്ന് അടിച്ചാൽ ആ ഫേസ്ബുക്ക് അതിൽ കമൻസ് നോക്കിയാൽ മതി. കാരണം ഒരാളും എന്നെപ്പറ്റി ഒരു ബാഡ് അഭിപ്രായം പറയില്ല എന്നാണ് കാരണം പരിപൂർണ്ണ ഉറപ്പ്. കാരണം വെച്ചാൽ എല്ലാവർക്കും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം മുഴുവൻ ഞാൻ ചെയ്തിട്ട് ഞാൻ ഒരാളോടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നോ എന്നുള്ളൊരു വാക്ക് ഞാൻ നേരെ ആരോടും പറഞ്ഞില്ല. ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ പിന്നെ ദുബായിൽ നിന്ന് എന്തെങ്കിലും മറക്കാനാവാത്ത തിരിച്ചടികളോ അല്ലെങ്കിൽ മാനസിക വിഷമം ഉണ്ടാക്കുന്ന എനിക്ക് ഇന്ന് വരെ ഉണ്ടായില്ല.
എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ഗവൺമെൻറ് ഞാൻ ഇപ്പോൾ ഇത്രയും കാലങ്ങളായിട്ട് ഗവൺമെൻറ് ഇല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് ഞാൻ ഇന്ന് വരെയായിട്ട് ഒരാളായിട്ട് വഴക്കുണ്ടാക്കാൻ പോയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളായിട്ട് ഒരു വഴക്കുണ്ടാക്കാൻ പോയിട്ടില്ല. ഒരു പ്രശ്നങ്ങളും എനിക്ക് ഒരു പോലീസ് പരമായിട്ടൊരു കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടല്ലോ ഒരു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ അതെ അതെ എപ്പോഴും ഒരു പിന്നെ എന്താ പറയാ ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ വായിക്കും. തീർച്ചയായിട്ടും അതെ. ഞാൻ ഗൾഫിൽ 2007 മുതൽ 2013 വരെ ഷാർജ റോളിലുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഗുഫർഖാനായിട്ടുള്ള ഞാനത് എന്റെ മനസ്സിലേക്ക് ഷാർജയില് ക്ലിനിക്കിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നിരുന്നു. അറൗണ്ട് 65 ആയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഇടക്കിടക്ക് ടെസ്റ്റ് ചെയ്യാൻ വരും, വിശേഷങ്ങളൊക്കെ എന്നോട് പങ്കുവെക്കും. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ നാട്ടിലേക്ക് പോവാണ്, എല്ലാം ക്യാൻസൽ ചെയ്തു. എനിക്കൊന്നൊരു ഒരു ഓഫീസിലായിരുന്നു, ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റോറി, തിരിച്ചുപോയി, എല്ലാം ക്യാൻസൽ ചെയ്തു, തിരിച്ചുപോയി. അങ്ങനെ പിന്നെ മൂപ്പര് ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്നു, ഒരു വർഷം മിസ് അടിച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് തിരിച്ചു വരാൻ, എന്റെ പിന്നെ ഇനിയിപ്പോ എല്ലാം അവസാനിപ്പിച്ചു പോയതല്ലേ, ഭയങ്കര വിഷമിച്ചിട്ട് വിതുമ്പിയിട്ട് കുടുംബത്തിനും ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട്. നമ്മളല്ലാതെ തീർച്ചയായിട്ടും അതേ പറഞ്ഞതാ. അത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഒരുപാട് ആൾക്കാർ ഇപ്പം ഞാൻ എൻ്റെ എംപ്ലോയീസ് കുറേ ജുമേരയിൽ ഒരുപാട് സ്റ്റാഫുകൾ കുറേ ആൾക്കാർ അന്ന് ആ കൊറോണ സമയത്തായിട്ടും അതിൻ്റെ മുൻ പല സമയങ്ങളിൽ റിസൈൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അവരെല്ലാവരും 1 വർഷം 2 വർഷം കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് അങ്ങോട്ട് പോരുണ്ടായത്. അതെന്താ അപ്പോൾ പറഞ്ഞു നോക്കുമ്പോൾ എന്താണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. കാരണം നമ്മൾ അവിടെ ഇത്രയും കാലം ജോലി ചെയ്ത് കുടുംബത്തിനും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും നോക്കും. അവസാനം ഇവൻ്റെ അടുത്ത് ഒരു വരുമാനമൊന്നും ഇല്ലാതാകുമ്പോൾ ഇവൻ പറയുന്നത് ചിലപ്പോൾ വീട്ടുകാർ കേൾക്കൂല, വീട്ടുകാർ പറയുന്നത് ഈ പുള്ളി കേൾക്കൂല. അപ്പോൾ അതെന്തായി തമ്മിൽ വാക്ക് പ്രശ്നം. പിന്നെ ഇവൻ ടെൻഷനാണ്. ഞാൻ ഇത്രയും കാലം എൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എനിക്ക് എൻ്റെ വീട്ടുകാർ എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇത്രയും കാലം ഞാൻ അവിടെ കഷ്ടപ്പെട്ടല്ലോ. ഞാൻ 10-20 വർഷം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു, നാടിന് വേണ്ടി ഞാൻ ഇത് നോക്കി. ഇങ്ങനെയൊക്കെ പലതും പറയുമ്പോൾ പിന്നെ അവസാനം ഇവിടെ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു സുഖമില്ലാതാകുമ്പോൾ ഏതാൾക്കും മനസ്സാകെ തളർന്നു പോകും. അപ്പോൾ ഇത്രയും എന്തിനാണ് വഴക്കുണ്ടാക്കണേ? ജീവിതം കുറച്ച് കാലം അതുള്ള സാധനം മനസ്സമാധാനത്തോടുകൂടി ടെൻഷൻ ഇല്ലാതെ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ മുഴുവൻ കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ 27 വർഷമായിട്ട് ഞാൻ ഫാമിലിയായിട്ട് അവിടെ ജീവിക്കുന്ന ഒരാളാണ്. അൽഹംദുലില്ലാ എനിക്ക് നല്ല വൈഫുണ്ട്, മക്കൾ. ജനറേഷൻ അങ്ങനെ ഒരു ഇത് മുന്നോട്ട് എടുക്കുന്നുണ്ട്. കാരണം ഫാമിലി ആയിട്ട് തീർച്ചയായിട്ടും ഇപ്പം തന്നെ കല്യാണം കഴിഞ്ഞാൽ വേഗം അവർ ആ ലൈഫാണ്. കാരണം വെച്ചാൽ വാപ്പ ഉമ്മ അല്ലെ അച്ഛൻ അമ്മ എന്നുള്ള ആ ഒരു ചിന്ത ഒന്നുമില്ല. കാരണം അവർ കല്യാണം കഴിച്ചാൽ അവരവരെ ഭാര്യനെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ ജോലികളാണ് അവർ കൂടുതലും നോക്കുന്നത്. അതെ. പണ്ടത്തെ പ്രവാസം എന്ന് പറഞ്ഞാല് കാരണം ഇപ്പം ഇന്ന് ജീവിക്കണമെങ്കിൽ 2-3 ആൾക്കാരെ സാലറി 2 ആൾക്കാരെ സാലറി ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ബിസിനസ്സുകാരും എല്ലാവരും കോടീശ്വരന്മാരൊന്നും അല്ലല്ലോ. ജീവിക്കണം വെച്ചാൽ അതാ ജീവിക്കണം. അവൻ ജീവിക്കുന്ന വെച്ചാൽ പിന്നെ നമ്മൾ ജീവിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. കുറച്ചൊക്കെ നമ്മൾക്ക് വേണ്ടി നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി കുറേ ബിസ്ക്കറ്റ് ജീവിച്ചുകൊണ്ട് കാര്യമില്ല. ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കും നമുക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കുറച്ചൊക്കെ ചിലവാക്കണം. അതെ അതൊന്നും കാര്യമില്ല. കാരണം നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ഞാനൊക്കെ നല്ല അടിച്ചു പൊളിച്ച് ജീവിച്ച ആളാണ്. ഞാൻ നന്നായിട്ട് ഞാൻ എല്ലാ എൻജോയ് എനിക്കും എൻ്റെ മക്കൾക്കും കൊടുക്കാനുള്ള എല്ലാ എൻജോയും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് അതുമാതിരി ആവണമെന്നില്ല കേട്ടോ. നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഏത് കാര്യത്തിനും ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മൾക്ക് ഏത് നിലയിലും നമുക്ക് എത്താൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാവർക്കും ഉണ്ടാവും, അതില്ലാതിരിക്കൂല. ഏതാളും ചെറുതായിട്ട് തന്നെ അത് വലുതായിട്ട് വല്ല ഇതിൽ പോകുന്നത്. നമ്മൾ ഷോർട്ട് കട്ട് പെട്ടെന്ന് പൈസക്കാരനാവാന്നാണ് ആ ഒരു മനുഷ്യനാവില്ല. അവനൊരു സ്നേഹം എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കുറേയൊക്കെ ഞാൻ കഷ്ടപ്പാട് എങ്ങനെ അറിഞ്ഞത്, ഞാൻ ആർമിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ 1-2 വർഷത്തെ ആ ട്രെയിനിങ് ആണെന്ന് പറഞ്ഞാൽ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണവർ എന്നെ എടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുറേ ബാത്റൂം കഴുകിയിട്ടും കുറേ കച്ചറ കോരിയിട്ടും അത് ഇതൊക്കെ പല കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഇന്ന് എനിക്ക് നിങ്ങളെ മുന്നിൽ ഇരിക്കാൻ പറ്റിയത്. നമ്മൾ നല്ല കഷ്ടപ്പെടണം, ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ നമുക്കൊരു മുന്നിൽ എത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ അവർ നമ്മളെ കുടുംബത്തിൽ നോക്കണം, ഇല്ല എന്നല്ല. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ജീവിക്കാൻ നമ്മൾ മറക്കരുത്.
നമ്മൾ സ്വന്തമായി ജീവിക്കാനും നമ്മൾ അതെ, കുറെ പൈസ ഉണ്ടാക്കി പിന്നെ എത്ര ആളുകളുണ്ട് കുറേ പൈസ ഉണ്ടാക്കി വെക്കും, ചെലവാക്കൂല. ഒന്ന് അവസാനം 10-65-70 വയസ്സ് 80 വയസ്സ് എല്ലാം കിടന്ന് അവർ കിടക്കണ്. എന്നിട്ട് അവൻ്റെ ബാക്കിയുള്ളവർ പെണ്ണുങ്ങളും അവരെ അടിച്ചു പൊളിച്ച് അവർ ജീവിക്കണം. ബാക്കിയുള്ളവർ എത്ര ഉണ്ട്? കാരണം നമ്മളിപ്പോൾ ഞാൻ ഇവരോടൊക്കെ പറയുന്നത് നിങ്ങളിപ്പോൾ പൈസ നിങ്ങൾ അധ്വാനിക്ക്, നിങ്ങളെ അടിച്ചു പൊളി. ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറഞ്ഞുള്ളത് നിങ്ങൾ അടിച്ചു പോയി, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എല്ലാവരും എൻ്റെ മക്കളെല്ലാവരും കല്യാണം കഴിച്ചു, അവരവരെ സുഖമായിട്ട് അവർ ജീവിക്കട്ടെ. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യ തന്നെ ഇപ്പം ഇത് എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് കുറച്ചിങ്ങനെ അവിടെ ഇവിടെ ഇന്ത്യയും കേരളമൊക്കെ മൊത്തമൊക്കെ ഒന്ന് കാണട്ടെ. നമ്മൾ വളരണം, അതാണ് നാട് വളരണം. അതെ അതെ. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉപദേശമുണ്ട്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു സ്ഥാനത്ത് എത്താൻ പറ്റും, അത് ഉറപ്പാണ്. പക്ഷെ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാവണം. ഞാൻ എപ്പോഴും ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുള്ള ആത്മാർത്ഥത വേണം. നിങ്ങൾ ഈ കമ്പനിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു സാലറി മാത്രം മേടിച്ച് പോയതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല. സാലറി മേടിച്ച അപ്പം നിങ്ങൾ ആ കമ്പനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങളെ കൊണ്ട് ഒരു എംപ്ലോയിനെ കൊണ്ട് എനിക്ക് ഈ കമ്പനിക്ക് എന്തെങ്കിലും ഉപകാരം വേണം, എനിക്ക് എന്തെങ്കിലും പൈസ തരണം എന്നാലേ ആ കമ്പനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാലേ നിങ്ങൾ ആ പൈസ ജോലി ചെയ്തതിന് ആ ഒരു ബർക്കത്ത് എന്ന് പറയും നമ്മൾ. അതിന് ആ പൈസ കഴിക്കുന്ന അന്നത്തിന് ഒരു ഇതുണ്ടാവുള്ളൂ. ആ വർക്ക് ചെയ്താൽ പോയിട്ട് എന്ത് കാര്യമുള്ളത്? അല്ല അത് ചിന്തിക്കുന്നോണ്ടല്ലോ അവൻ ജീവിതത്തിൽ പിഴച്ചവനാ, ഒരിക്കലും അവൻ വിജയിക്കൂല. ഇപ്പൊ ഞാൻ എൻ്റെ കമ്പനി ജുമേര ഗ്രൂപ്പ്, അവിടെ എനിക്ക് കമ്പനിക്ക് എനിക്ക് ലാഭം ഉണ്ടാക്കുക. കാരണം അവർക്ക് ലാഭം ഗവൺമെന്റ് ആണത്. എനിക്ക് സ്പേസ് തന്നു, ആ സ്പേസിൽ ഗഫൂർക്ക് അൺലിമിറ്റഡ് അൺകണ്ടീഷണൽ ആയിട്ട് തീർച്ചയായും എനിക്കിപ്പോൾ അവിടെ ഞാൻ ഫൈൻ ആ കമ്പനിക്ക് ഫൈന് വരുന്നത് ഞാൻ നോക്കണം, അത് എൻ്റെ കടമയാണ്. ഞാൻ അവരെ ചോറ തിന്നുന്നത്. ഏകദേശം എത്ര പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ടോ? അത് ഞാൻ കണക്ക് നോക്കിയില്ല. ഇല്ലല്ല, അത് ഞാൻ കണക്ക് നോക്കിയില്ല. കാരണം എനിക്ക് നമ്മളെ മലയാളി നമ്മുടെ നാട്ടുകാർക്കായിട്ടും പല രാജ്യക്കാരും, ഒരു രാജ്യക്കാരെന്നല്ല പല രാജ്യക്കാരും എൻ്റെ അടുത്ത് പലരും CV കൊണ്ടുവരും. ഞാനത് HR ഞാനത് ഫോർവേഡ് ചെയ്യും, അത് അവരെ ഇൻ്റർവ്യൂ ചെയ്യും, വിളിക്കും, അത്രേ ഉള്ളൂ. അത് കാരണം പിന്നെ സാറേ എനിക്ക് ജോലി ശരിയായിട്ടോ, ഓക്കെ താങ്ക് യു വെരി മച്ച്, അത് അത്രേ ഉള്ളൂ. അത് ക്യാമറ പ്രേ ഫോർ മീ. ഞാൻ അത്ര ഏതാളോട് ഞാൻ പറയുന്നത് എന്താണ്, ഞാൻ എന്ത് എത്രയോ ആളുകൾക്ക് ഞാൻ അവിടെ പല കാര്യങ്ങൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണത് ചെയ്തത്. ഞാൻ അതിൽ ആരായിരുന്നു ഒരു ഉറുപ്പ്യ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഇപ്പം ഞാൻ എല്ലാവർക്കും ഇപ്പം നിങ്ങളിതൊക്കെ കേൾക്കുന്ന ആൾക്കാർ എത്ര ആൾക്കാർ ആരും ഗഫൂർക്ക് പൈസ മേടിച്ചെന്ന് ഒരാളും പറയില്ല. എനിക്ക് തോന്നുന്നത് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ എനിക്കൊന്നും വേണ്ട. അതുകൊണ്ട് എൻ്റെ ഞാൻ ഹറാമായി പൈസ ഉണ്ടാക്കണേ എൻ്റെ മക്കൾ നാളെ ആസ്പത്രി പോയി കിടക്കണം. ഞാൻ പൈസ ആസ്പത്രി കൊണ്ടേ കൊടുക്കേണ്ടി വരും. എൻ്റെ മക്കൾ ഞാൻ പൈസ വേറെ നിലയ്ക്ക് എൻ്റെ മക്കൾ ആസ്പത്രി പോയി കിടക്കാം, അവർ സുഖമില്ലാതെ കിടപ്പിലാവും ഹറാമിൻ്റെ പൈസ കഴിച്ചാൽ. നമ്മൾ ഹറാമിൻ്റെ പൈസ ഒരിക്കലും കഴിക്കാൻ പാടില്ല. അടുത്തത് എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നിയൊരു പിന്നെ ഒരു എന്താ പറയാ ഒരു വെൽക്കമിങ് പ്രോഗ്രാമാണ്. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടുതൽ എത്തിക്കാൻ കാരണം. അതായത് KSRTC വിളിച്ച് ഗഫൂർഖാന് വളരെ സുഹൃത്തുക്കളും കുടുംബങ്ങളും അയൽവാസികളും എല്ലാവരും കൂടി നാട്ടിലെല്ലാവരും കൂടി ചേർന്ന് KSRTC തന്നെ കൊണ്ടുവന്നു. KSRTC വരെ ചരിത്രം സൃഷ്ടിക്കുന്നു നമ്മുടെ ഗഫൂർഭായിയുടെ വരവിനോടനുബന്ധിച്ചുള്ള യാത്രയിൽ KSRTC പോലും പ്രകമ്പനം കൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതാ രോമാഞ്ചത്തിന്റെ സമയമാണിത്. പുറകം കൊള്ളുന്നില്ല, നിങ്ങൾക്ക് പേരിത്തരിക്കുന്നു. ഇതാ നിശ്ചലാവസ്ഥ. ശരിക്കും ഇവിടെ ടൂറിസ്റ്റ് ബസ്സുകളും വേറെയും ബസ്സുകളൊക്കെ ഉണ്ടായിട്ട് ഒരു KSRTC തിരഞ്ഞെടുക്കുക എന്തായിരിക്കും ഗഫൂർഖാന്റെ സുഹൃത്ത്? ആരാണ് ഇതിന്റെ ഒരു ബാക്കിൽ കൂടുതൽ പ്രവർത്തിച്ചത്? അത് എൻ്റെ നാട്ടുകാരാണ് അതിനെ പറ്റി അവർ പറയൂ അത് എങ്ങനെയാണ് അതിൻ്റെ കൊടുന്നുള്ളതെന്നൊക്കെ. ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട്, എന്താ ഇവര് കുറെ പിള്ളേർ നാട്ടിലുള്ള ആൾക്കാരെല്ലാരും കൂടി ഗഫൂർക്ക് ജയ് കൂടി അവിടെ വന്നത് വല്ലാത്തൊരു ഇതായി. കാരണം ഞാൻ അന്തം വിട്ടുപോയി. അതെ, കാരണം ഇവരിങ്ങനെ ഇത് ഇത്ര കിട്ടുന്ന ഞാൻ ഒരിക്കലും ഇവര് നാട്ടിൽ ഞാൻ അറിയും ഇവരെന്തൊക്കെയോ സർപ്രൈസ് വെച്ചിട്ട്, പക്ഷെ ഇത് ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല.
ഇടക്കിടക്ക് സർപ്രൈസ് കൊടുക്കുന്നത് ഭയങ്കര ഇത് വല്ലാതെ, കാരണം ഇതിപ്പോൾ എനിക്ക് അന്ന് അവാർഡ് കിട്ടിയ സമയത്ത് തന്നെ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ പ്ലസ് ഇതേമാതിരി തന്നെ അവിടെ ഇതേമാതിരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അന്ന് പാടത്ത് ഇവിടെ പഴയ കാലത്ത് വെച്ചിട്ടുണ്ട്. 2-3 വർഷം 5 വർഷമായില്ലേ അന്ന് എനിക്ക് അവാർഡ് കിട്ടിയിട്ട്, എനിക്ക് ബെസ്റ്റ് PR അവാർഡ് കിട്ടിയിട്ട് ഇവർ ഭയങ്കര സൽക്കാരം ഇവിടെ നടത്തിയത് തന്നെ അന്ന്. പക്ഷെ അത് എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മളെ ഒരു ടൂറിസ്റ്റ് ബസ് ഒക്കെയാണല്ലോ. അതെ, ടൂറിസ്റ്റ് ബസ് ഇവരെന്താന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി ഒരു എൻ്റെ അയൽവാസി ഞാൻ കൊണ്ടുപോയ പുള്ളി തന്നെയാണ് ഷംസു. അവന് ഇതേമാതിരി തന്നെ ഇവരെ കൂടി എല്ലാവരും കൂടി നമ്മളെ കുട്ടികളെ കൂടി എടുത്ത തീരുമാനമാണത്. അതെ ഇവരെന്തൊക്കെ നറുക്കെടുപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഈ KSRTC. അപ്പൊ എല്ലാരും കൂടുതൽ ആൾക്കാർ KSRTC ബസ് ആവണം എന്നുള്ള ഇതാണ് വന്നത്. അങ്ങനെ ഇത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നുള്ള വിചാരിച്ച ഇവരെ തീരുമാനമാണത്. അതെ അങ്ങനെയാണ് അത് ഈ ഒരു ഇതുണ്ടായത്. വളരെ അടുത്ത സുഹൃത്തുക്കളും പിന്നെ ഗഫൂർഖാന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു അങ്ങനെ ആരെങ്കിലും അതോ? ഇല്ല, ഇവിടെ വർക്ക് അതാ ഇവരൊക്കെ തന്നെയാണ് നമ്മളെ ഉണ്ണിൻ്റെതാ നവാസ് ദുബായ് ട്രാൻസ്പോർട്ടിന്റെ സൂപ്പർവൈസറാണ് ബസ്സിന് അവിടുത്തെ ദുബായ് KSRTC. അവിടുത്തെ KSRTCന്റെ സൂപ്പർവൈസറാണ് അവന്. ഗഫൂർഖാന്റെ അടുത്ത സുഹൃത്തുക്കളും പിന്നെ ഇതിന്റെ ബാക്കിൽ, കാരണം ഇതൊക്കെ പറഞ്ഞാല് എന്റെ സുഹൃത്തുക്കൾ എനിക്ക് ചങ്ക് പറിച്ചിട്ട് തരൂ. ഗഫൂർഖ പിന്നെ ഇവരോടൊപ്പം മത്സരിക്കാണ്. കാരണം പിന്നെ ഗഫൂർക്ക് വയസ്സായിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, പ്രഷർക്ക് എന്താ തോന്നുന്നത് അറിയില്ല. ഗഫൂർഖാന്റെ അടുത്ത സുഹൃത്തുക്കളെ സഹപ്രവർത്തകരൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഗഫൂർഖ ദോസ്ത്. അങ്ങനെ പറയാം, ഒരുപാട് ദോസ്തുക്കളുണ്ട്, അടുത്ത സുഹൃത്തുക്കളാണ് ഇവരാണ്. ഇവരുണ്ട്, കുറച്ച് പേരോട് എത്താൻ കഴിയാത്തവരുണ്ട്, അവരൊക്കെയാണ് ഇതിൻ്റെ അണിയർ പ്രവർത്തകർ. അപ്പോൾ പിന്നെ ഗഫൂർഖാന്റെ പ്രിയപ്പെട്ട ഉണ്ണി എന്ന പ്രസാദ് അല്ലേ, എന്താണ് ഗഫൂർഖാനെ നമുക്ക് എങ്ങനെ? ഗഫൂർഖാനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗഫൂർഖാനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഗഫൂർഖാനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഗഫൂർഖ ഇല്ല എന്നാൽ മറ്റാൾ പോകുന്നുണ്ട്. അങ്ങനെ ഒരാൾ നമ്മൾക്ക് എനിക്ക് നല്ല റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ നാട്ടിലുള്ള ഒരേ ഒരാൾ എൻ്റെ നാട്ടിൽ നല്ല ഞാൻ ഇപ്പോൾ ഇത്ര പ്രായമായില്ലേ, ഇന്നേ വരെ ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അതായത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അതിശയോക്തി പറയുകയാണെന്ന്. ഒരാൾ പോലും അങ്ങനെ ഇതായില്ല. അതായത് ഗഫൂർഖ ഇങ്ങനെ ചെയ്തു അല്ലാന്നുണ്ടെങ്കിൽ ഗഫൂർഖ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ഗഫൂർഖാനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നതോ, അയാളെ പറ്റി മോശമായി പറയുന്നതോ, എൻ്റെ കൂടെ ഇരുത്തിയിട്ടല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ കുട്ടികളും ഏറ്റവും വലിയ ആൾക്കാരും മൂപ്പരെ സുഹൃത്തുക്കളാണ്. ഓക്കെ, ഇപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ UAE ഒരുവിധം വ്യവസായ പ്രമുഖർ, ഒരുവിധം ടോപ്പ് ലെവലിലുള്ള എല്ലാ ആൾക്കാരും, രാഷ്ട്രീയ മേഖലയിലാണെന്നുണ്ടെങ്കിൽ അതിൽ, പിന്നെ ഡോക്ടർ അങ്ങനത്തെ വിഭാഗം, അങ്ങനത്തെ എന്താ പറയുക ഹെൽത്ത് ലെവലിലുള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ മേഖലയിലും ഇയാൾക്ക് നല്ല പിടിപാടാണ്. ആ ഇതിൽ താഴെയുള്ള ഇതിൽ ഇപ്പം നമ്മൾ ഈ ഇവിടെ ജംഗ്ഷൻ സാധാ ഗ്രാമം ഉള്ളത്, ഇവിടുത്തെ അതിലും സാധാരണ ആൾക്കാരുമായിട്ടും അത്രയും ബന്ധമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഏതൊരാൾക്കും എന്തെങ്കിലും ഒരു ആവശ്യമോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ ഗഫൂർഖാൻ്റെ അടുത്ത് നേരിട്ട് എത്താനുള്ളൊരു ആക്സസ് ഉണ്ട്. ചില ആൾക്കാരുണ്ടാവും ഒന്നും വേണ്ട, ചില ആൾക്കാരുണ്ടാവും നല്ല പിടിപാടും കാര്യങ്ങളൊന്നും ഒക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് അവരിൽ എത്താൻ പറ്റില്ല. ഇത് ഗഫൂർഖാൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ഡയറക്റ്റായിട്ട് പറയുകയൊന്നും വേണ്ട ഇങ്ങനെ ഇയാളുടെ വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങളോട് വന്ന് പറയേണ്ട കാര്യമില്ല. ഏതെങ്കിലും ത്രൂ അയാൾ വന്നിട്ട് നമ്മൾ ഇയാളുടെ വീട്ടിൽ കുറച്ച് മോശമാണ് തോന്നുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുന്നുണ്ട് എന്ന് ഏതെങ്കിലും രൂപത്തിൽ ഇയാൾ ചെവിയിൽ അറിഞ്ഞാൽ മതി. അപ്പം എന്നാൽ അതിന് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് മൂപ്പർ തന്നെ അതിന് ഇതായിട്ട്, മൂപ്പർ മാത്രമല്ല മൂപ്പർ വൈഫുണ്ട് മാളത്താത്ത. ഞാൻ അതിശയിച്ചിട്ടുണ്ട്. എന്താ അറിയാം, നമുക്ക് നോർമലി നമ്മൾ മാരേജ് മാർക്കറ്റിൽ ഓപ്പോസിറ്റാണ് കിട്ടുക അല്ലേ, എൻ്റെ പരിചയത്തിലിട്ടാണ്. അതായത് ചിലപ്പോൾ ഭർത്താവ് ഭയങ്കര ചാടിക്കളിയായിരിക്കും, പാവം ഭാര്യ ചാടിക്കളിയാണെങ്കിൽ ഭർത്താവ്. പക്ഷെ ഇവർ രണ്ടാളും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഗഫൂർഖാനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഗഫൂർഖ ഒരു ഉപകാരം ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കുന്നുണ്ടാവില്ല ആരെങ്കിലും എന്തിനാ ഇനിയിപ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പൈസ ഇല്ല ഇനിയിപ്പോൾ അത് ചെയ്യണ്ട, നമുക്ക് ഇങ്ങനെ ഒരു ചിലവ് വരാല്ലേ അത് ചെയ്യണ്ട. മാളത്താത്ത ഒരു ചന്ദനമരാണ്. മാളത്താത്താൻ്റെയും അതെ, കാരണം നമുക്ക് വേറൊരു ഇപ്പോൾ നമ്മൾ ഫാമിലി ഭാഗത്ത് നിന്ന് നമുക്ക് സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗഫൂർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല.
അപ്പോൾ നമ്മൾ ഇതിൽ ഓർക്കേണ്ടത് മാൾസാത്തിനും കൂടി നമ്മൾ ഇതിലൊരു ഭാഗമാണ് മാൾസാത്ത. ഗഫൂർഖാന്റെ ആ ഒപ്പത്തിനൊപ്പം അതെ ഒരാളെ സഹായിക്കുന്നതിനാണ്. ഗഫൂർഖാനെ പല സംഭവത്തും റിജക്ഷൻ കൊടുത്തിരിക്കണമെങ്കിൽ ഗഫൂർക്ക് ആകെ മാനസിക സമ്മർദ്ദത്തിലേക്കായിട്ട് അതെ. ബാക്കിൽ നിന്ന് ഇപ്പം നമുക്ക് വീട്ടിൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം എവിടെ എത്തുക? വീട്ടിലെത്തുക. വീട്ടിൽ നിന്ന് നമുക്ക് എന്തിനാ ഇപ്പോൾ ചെയ്തത്, എന്തിനാ ചോദിച്ചാൽ നമ്മൾ നാളെ നമുക്ക് ചെയ്യാനുള്ള ആ സാധനം അവിടെ പോയി. അപ്പോൾ ഈവൻ സൽക്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ടാളി സ്നേഹവും ദൈവം സഹായിച്ച് എന്നും നിലനിൽക്കട്ടെ. അങ്ങനെ ഗഫൂർക്ക വരികയാണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ, കാരണം ഗഫൂർക്ക ഒരു വെറൈറ്റി ആളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗഫൂർക്കയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, വെറൈറ്റി ആയിട്ടുള്ള ആളാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, ഞെട്ടിക്കണം. അപ്പോൾ അവിടുന്ന് ഒരുപാട് വലിയ വലിയ ഫംഗ്ഷനൊക്കെ പങ്കെടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു സ്കൂളിൽ വെച്ചിട്ട് വലിയ ഫംഗ്ഷൻ നടത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അവിടുന്ന് KMCC പോലുള്ള വലിയ വലിയ സംഘടനകളും ഒക്കെ നടത്തി കൊടുത്തത്. അങ്ങനെയാണ് നമ്മളെ ഷംസുണ്ട്. ഷംസു പറഞ്ഞു, എന്നാൽ നമുക്ക് KSRTC വിളിച്ചാലോ എന്നുള്ളൊരു ആലോചന വന്നു. അപ്പോൾ ഗഫൂർക്ക ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് നമുക്ക് ഇതാണല്ലോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓക്കെ. 1-2 ആൾക്കാർ പറഞ്ഞു അത് നടക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വോട്ടിനിട്ടു. നമ്മളൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഇതിൽ വന്നത് KSRTC. എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ പറഞ്ഞിട്ട് ഞങ്ങൾ KSRTCക്ക് വേണ്ടി ഇതാക്കി. KSRTCക്ക് നോക്കുമ്പോൾ അവർ ഇങ്ങനത്തെ ചെറിയ ക്ലബിന് കാര്യങ്ങൾക്കൊന്നും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇതൊക്കെ ഇതാണല്ലോ, നമുക്ക് അവിടെ ആൾക്കാരെ അറിയില്ല. അത് ആദ്യമായിട്ടാണ് നടത്തിയത്, ഇതേവരെ ഒരാൾ നടത്തിയിട്ടില്ല. അങ്ങനത്തെയാണല്ലോ. അവരെ വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു നമ്മളെല്ലാം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവസാനം അത് ശരിയാക്കി. അങ്ങനെ അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഗഫൂർഖാനോട് പറയാനും പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഞങ്ങൾക്കാണെങ്കിൽ ഡേറ്റും കിട്ടുന്നില്ല. ഇവിടെ KSRTCയിൽ ഒരു ഡേറ്റ് പറയണ്ടേ, അല്ലാതെ ഇപ്പോൾ അവർ തരില്ലല്ലോ. അപ്പോൾ ഗഫൂർഖാനോട് ചോദിക്കുമ്പോൾ ആവട്ടെ ഞാൻ പറയാം ഗഫൂർഖ അങ്ങനെ അവിടെയും ഫുൾ തിരക്കാണ്. അങ്ങനെ ഒരു വിധം ഞങ്ങൾ ഇതൊക്കെ കൂടി ആക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഷംസു പറഞ്ഞു ഞാൻ കംപ്ലീറ്റ് ചിലവ് ഞാൻ എടുത്തോളാം. കാരണം ഗഫൂർക്കയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ഉദ്ദേശം. അത് ഞാൻ ചെയ്തോളാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് നടക്കില്ല. കാരണം ഒരാൾ മാത്രമല്ലല്ലോ, ഇവിടെ തന്നെ കുറേ ആൾക്കാർ ഞങ്ങൾ ദുബായിക്ക് പോയിട്ടുണ്ട് ഗഫൂർക്ക ത്രൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ചാൻസാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമ്മൾക്ക് എന്താണോ ഇവിടെ തന്നുള്ളത് അതിൻ്റെ ഇരട്ടി നമ്മൾ തിരിച്ചു കൊടുക്കുക, ഒരു സ്നേഹമായിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വണ്ടി വിളിച്ച് ഒരു ബസ് നിറച്ച ആൾക്കാരാണ് പോയത്. KSRTCയുടെ ചരിത്രത്തിൽ, കരിപ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു വിമാനത്താവളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിക്കോളും. കരിപ്പൂർ എന്നല്ല, ഏത് നമ്മൾ അങ്ങനെ കയറുന്ന അവിടെയുള്ള മറ്റേ ഇതില്ലേ ടിക്കറ്റ് കൗണ്ടറില്ലേ, അത് കൂടെ ബസ് കയറുന്നില്ല, കാറ് പോകാനുള്ള വഴിയല്ലേ. അവരെല്ലാവരും കൂടി ഇറങ്ങി ആകെ എന്താ കളിച്ചിട്ട് എല്ലാവരും ബോക്സ് മാറ്റുന്നു. ആകെ KSRTC ബസ് കാണുമ്പോൾ ഈ ആൾക്കാരുണ്ടല്ലോ റിസീവ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ, അവരാൾക്കാരെ വരെ നോക്കുന്നില്ല, ഇതിലേക്കാണ് നോക്കുന്നത്, ഇതാരാ വന്നിട്ടുള്ളത് എന്നുള്ള നിലയിൽ. അങ്ങനെ ഞങ്ങൾ ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിന്നിട്ട് അപ്പോഴേക്കും ഗഫൂർക്ക വന്നു, ഗഫൂർക്കയ്ക്ക് വേണ്ടി ജയ് വിളിക്കുന്നു. അപ്പോൾ ഈ വന്ന ആൾക്കാരും ഗഫൂർക്കാൻ്റെ കൂടെയുള്ള ആൾക്കാരും അവരെ റിസീവ് ചെയ്യാനുള്ള ആൾക്കാരും ഒക്കെ കൂടെ ഒരു ജനസമുദ്രം അങ്ങനെ ആയി മാറി അവിടെ വന്ന്. അതെ, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഞങ്ങൾ ഇപ്പോൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇനിയും വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നു, കാരണം കുറഞ്ഞു പോയോ എന്നൊക്കെ. അത്രത്തോളം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഗഫൂർക്ക ചെയ്തിട്ടുണ്ട്. അത് ഒരു അതിശയോക്തിയല്ല, ഞങ്ങളിതാ കൂടെ ഇരുന്നിട്ടാണ് പറയുന്നത്. അതിൽ പുറത്ത് നിന്നിട്ടോ പിന്നിൽ നിന്നിട്ടോ പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുന്ന, അതിനേക്കാൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു അനിയൻ ഒരു ഏട്ടനായിട്ട് എന്നും ഉണ്ടാവും. മൂത്ത ആൾക്കാർക്കാണെന്നാണെങ്കിൽ അനിയനായിട്ട് എപ്പോഴും ഉണ്ടാവും. ഇവിടുത്തെ നാട്ടിലെ എല്ലാ അമ്മമാർക്കും ഒരു കുട്ടിയാണ്. പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും സംസാരിക്കാതെ മൂപ്പര് പോവില്ല ഏതൊരാളോടും. അതെ, ഇങ്ങനെ ആൾക്കാർ വളരെ റയറായിരിക്കും. ഗഫൂർക്ക, അപ്പോൾ ഇനി എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 51 വർഷത്തിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വന്നല്ലോ, നമ്മൾ ഇനി തുടർന്നുള്ള ഗഫൂർഖാൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? അൽഹംദുലില്ലാഹ്, എൻ്റെ 2 മക്കള്, 3 ആള് ഇപ്പോൾ ദുബായിലുണ്ട്. ഒരു മകൻ അവിടെ ബിസിനസ്സാണ്, സ്വന്തം ബിസിനസ് ഉണ്ട്. പിന്നെ ഒരാള് IT മാനേജറാണ്. പിന്നെ മകൾ അവിടെ ഉണ്ട്, അവന് മരുമകൻ അവിടെ ഈവന്റ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ നാട്ടിൽ ഒന്ന് റെസ്റ്റ് എടുക്കണം. ഇത് എന്റെ അനിയനാണ് ഇവനിവിടെ അൽദാൻ, നമ്മളെ കമ്പനി തന്നെയാണ് അൽദാൻ കുബൂസ്. ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കുബൂസ് ഇറക്കിയുള്ളത് ഇവനാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് അവിടെ കമ്പനി നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഓൾ കേരളയില് നമ്മളിവിടെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നമ്മള് കുബൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ് അത് ഇവരുടെ കൂടെ ഇങ്ങനെ കറങ്ങാൻ ഉള്ള കാലം ഇവരുടെ കൂടെ ഇങ്ങനെ കറങ്ങിയിട്ട് വിലസിട്ട് വരെ നടക്കുക. കാരണം എനിക്കൊരു യാത്ര പ്രിയനാണ് ഞാൻ. അപ്പൊ അവരുടെ കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക, എത്ര ഇതിനുള്ളൂ. അതുപോലെ വേറെ പ്രതീക്ഷിച്ചതല്ല. കാരണം വെച്ചാൽ നമ്മളിവിടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മള് അധികം ആയസ് ഉണ്ടാവില്ല.
ഓരോ വാർദ്ധക്യ അസുഖങ്ങൾ ഓരോ ബുദ്ധിമുട്ടുകൾ. അപ്പൊ എന്താണ് നമ്മൾ ഒരു ബിസി ആവുക. രാവിലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്ത് പോവുക, പുറത്ത് ഒരു വൈകുന്നേരമൊക്കെ വരിക, രാത്രി വരിക. കാരണം വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരു ബിസി ആയി കിടന്നാൽ മതി. നമ്മൾ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല തുടർന്ന്. ഇല്ല അത് വേണം. അപ്പൊ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നാൽ മതിയല്ലോ. ഇങ്ങനെ പോകുമ്പോൾ എന്റെ പോലെ കറങ്ങാ പോവാ അത്ര. ഓക്കെ. അപ്പൊ ഇവരെല്ലാ കാര്യം എപ്പോഴും എന്റെ കൂടെ തന്നെയാണ്. അത് എന്റെ സപ്പോർട്ടാണ്. കാരണം എന്റെ അനിയനാന്ന് പറഞ്ഞിട്ട് കാര്യം ചെയ്യാം. പിന്നെ കാരണം ഞങ്ങളൊരു ചോര തന്നെയാണല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. പറയണ വെച്ചാൽ പിന്നെ അമ്മ ആകെ ഇതായി പോകും. ഓക്കെ. അപ്പൊ എന്തായാലും ഗഫൂർക്ക് എല്ലാവിധ തുടർന്നുള്ള ആശംസകൾ നൽകുന്നു. ഞങ്ങളുടെ ഈ സേഫ് ഗാർഡിന്റെ കൂടെ എന്റർടൈൻമെന്റ് കൂടെ ഞങ്ങൾക്ക് സമയം അനുവദിച്ചതിനും ഞങ്ങളുടെ കൂടെ ഗഫൂർഖാൻ അനുഭവങ്ങൾ പങ്കുവച്ചതിനും എല്ലാവിധ പിന്നെ അഭിനന്ദനങ്ങളും ആശംസകളും.